ഇന്ന് 2015 ഏപ്രിൽ 28-ാം തീയതി ചൊവ്വാഴ്ചയാണ്. 1190 മെയ്യുടെ മാസം 14-ാം തീയതി. ഇന്ന് ശരിക്കും പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മലയാള മനോരമയിലാണെങ്കിലും മാതൃഭൂമിയിലാണെങ്കിലും ബാക്കി ഏത് പത്രത്തിലാണെങ്കിലും പ്രധാന പേജിൽ നല്ലൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ വാർത്തയിലേക്ക് ഒന്ന് കടക്കാം. നീതിയുടെ ആൾരൂപമായി മനോഹർ കിണി. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 വർഷം മുൻപ് വിധിച്ച നഷ്ടപരിഹാര തുക ജീവനക്കാരുടെ കൈപ്പിഴ മൂലം ലഭിക്കാതെ പോയ കുടുംബത്തിന് 1 ലക്ഷം രൂപ സ്വന്തം ശമ്പളത്തിൽ നിന്ന് അനുവദിച്ച് ന്യായാധിപന്റെ മാതൃക എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കോടതി ജീവനക്കാർക്ക് 22 വർഷം മുമ്പ് പറ്റിയ തെറ്റിലൂടെ നഷ്ടപരിഹാര തുക നഷ്ടപ്പെട്ട കുടുംബത്തിന് സ്വന്തം ശമ്പളത്തിൽ നിന്നും മുഴുവൻ തുകയും നൽകാൻ ന്യായാധിപന്റെ സന്നദ്ധത. മോട്ടോർ വാഹന അപകട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പാലക്കാട് അഡീഷണൽ ജില്ലാ ജഡ്ജി S. മനോഹർ കിണിയാണ് 2 കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ സഹായം നൽകി നന്മയുടെ ന്യായാധിപനായത്. അദ്ദേഹം ശരിക്കും നഷ്ടപരിഹാരമായിട്ട് 98,700 രൂപയാണ് വിധിച്ചിരുന്നത്. പക്ഷെ അത് എന്താ പറയുക, ജീവനക്കാരുടെ തെറ്റുമൂലം ലഭിക്കാതെ പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്നും നൽകുന്നത്. അത് എന്താ ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കെയാണ് 7 വയസ്സുകാരനായ ശ്രീകുമാറിന്റെ ജീവൻ പൊലിഞ്ഞത്. തുടർന്ന് നഷ്ടപരിഹാരത്തിനായി അവരുടെ അച്ഛൻ നൽകിയ ഹർജിയിലാണ് വാഹന അപകട നഷ്ടപരിഹാര കോടതി 1996-ൽ 98,700 രൂപ നൽകാൻ വിധിച്ചത്. എന്നാൽ നിക്ഷേപ തുക സ്വീകരിക്കുന്ന ഫയലിൽ കേസ് നമ്പർ രേഖപ്പെടുത്തുന്നതിൽ കോടതി ജീവനക്കാർക്ക് തെറ്റുപറ്റി. ഇതോടെ ശ്രീകുമാറിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക മറ്റൊരാൾക്ക് ലഭിച്ചു. അങ്ങനെ ഒരു പറ്റിയ തെറ്റിന്റെ പേരിലാണ് അവർക്ക് നഷ്ടപരിഹാര തുക ലഭിക്കാതെ പോയത്. അപ്പോൾ ആ തുകയാണ് അദ്ദേഹം ന്യായാധിപൻ ജഡ്ജി അദ്ദേഹത്തിന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്നെടുത്ത 1 ലക്ഷം രൂപ അവർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. നല്ലൊരു വാർത്തയാണ് അല്ലേ? നമ്മുടെ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ നേപ്പാളിലെ വാർത്തയിലേക്ക് കിടക്കാം. നേപ്പാളിൽ മരണം 3815 എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ 72. ദുരിതക്കയത്തിൽ എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ് മാതൃഭൂമി ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കടക്കാം. കുടിവെള്ളത്തിനായി പ്രതിഷേധം. ദുരന്തം ബാധിച്ചത് 10 ലക്ഷം കുട്ടികളെ. സഹായവുമായി ലോകരാഷ്ട്രങ്ങൾ. സമ്പദ്ഘടന തകർന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് നിലയ്ക്കാതെ തുടർ ചലനങ്ങൾ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. തുടർച്ചയായി 3-ാം ദിവസവും നേപ്പാളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും തുടർ ചലനങ്ങൾ ഉണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ബംഗാളിലെ സിലിഗുഡി, ബീഹാറിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഭൂകമ്പ മാപിനിയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ കെടുതികളിൽ നേപ്പാൾ വലയുന്നു. ഭക്ഷണവും മരുന്നും കുടിവെള്ളവും കിട്ടാതെ ദുരന്തബാധിതർക്ക് നരകയാതന. ശനിയാഴ്ചയുണ്ടായ ഭൂചലനത്തിലും തുടർ ചലനങ്ങളിലുമായി മരിച്ചവരുടെ എണ്ണം 3815 കവിഞ്ഞു. 6500-ലേറെ പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 10 ലക്ഷത്തിലേറെ കുട്ടികളെ ദുരന്തം ബാധിച്ചെന്നാണ് യുനിസെഫിന്റെ റിപ്പോർട്ട്. ഇന്ത്യയിൽ 72 പേർക്കും ജീവൻ നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും അത്യാധുനിക ഉപകരണങ്ങളും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യരെ കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായകളുമായി തിരച്ചിൽ സംഘങ്ങൾ കാഠ്മണ്ഡുവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി എവിടെ ആ മലയാളികൾ എന്നും ഇതിനോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നേപ്പാളിൽ കുടുങ്ങിയ 250ഓളം മലയാളികളെ കുറിച്ച് ഇനിയും വിവരമില്ല എന്നാണ് പറയുന്നത്. മലയാളി ഡോക്ടർമാരായ ഡോക്ടർ ഇർഷാദ്, ഡോക്ടർ ദീപക് എന്നിവർ നേപ്പാളിൽ റെഡ് ക്രോസിന്റെ ക്യാമ്പിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി KC ജോസഫാണ് അറിയിച്ചത്. അവിടെയുള്ള 4 ക്യാമ്പുകളിൽ പോയെങ്കിലും വിവരം ലഭിച്ചില്ലെന്നും മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചികിത്സയിലുള്ള ആശുപത്രിയിലും ഇർഷാദിനെയും ദീപകിനെയും പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അഭിനെ എത്രയും വേഗം ഡൽഹിയിൽ എത്തിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചതായി മന്ത്രിയും പറഞ്ഞു. എന്തായാലും ആ മലയാളികളെയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ അല്ലേ? അതാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വാർത്തയുള്ളത് ജയലളിതയ്ക്ക് തിരിച്ചടി. ഭവാനി സിംഗിന്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. അവിഹിത സ്വത്ത് കേസിൽ ജയലളിതയുടെ അപ്പീലിൽ പ്രോസിക്യൂട്ടറായി ഭവാനി സിംഗിനെ നിയമിച്ച തമിഴ്നാട് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. എന്നാൽ കർണാടക ഹൈക്കോടതിയിലുള്ള അപ്പീലിൽ പുനർവാദത്തിന്റെ ആവശ്യമില്ലെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വിധിച്ചു. കർണാടക സർക്കാരാണ് ഈ കേസിൽ പ്രോസിക്യൂട്ടർ എന്ന് വ്യക്തമാക്കിയ കോടതി തമിഴ്നാടിന് ഈ കേസിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ അധികാരമില്ലെന്ന് വിധിച്ചു. ഹൈക്കോടതി മുമ്പാകെ പ്രോസിക്യൂട്ടറാകാൻ ഇതിനാൽ തന്നെ ഭവാനി സിംഗിന് യോഗ്യതയില്ലെന്ന് കോടതി വിധിച്ചു. പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഭവാനി സിംഗ് നടത്തിയ വാദങ്ങൾ കണക്കിലെടുക്കരുതെന്നും 3-അംഗ ബെഞ്ച് കർണാടക ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പത്രങ്ങളിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴാഴ്ച നടക്കാൻ പോകുന്ന ബന്ദിനെ കുറിച്ച്, ഹർത്താലിനെ കുറിച്ച്, വാഹന പണിമുടക്കിനെ കുറിച്ചൊരു വാർത്തയും വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച 24 മണിക്കൂർ വാഹന പണിമുടക്ക്.
മോട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടന സമിതികളുടെ സംയുക്ത സമര സമിതി 30-ന്, അതായത് മറ്റന്നാൾ 24 മണിക്കൂർ പണിമുടക്ക് നടത്തുമെന്ന് അറിയിച്ചു. അത് എന്തിനെ തുടർന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഗതാഗത സുരക്ഷാ ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് വാഹന പണിമുടക്ക് നടത്തുന്നത്. ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവ ഉൾപ്പെടുന്ന റോഡ് അപകടങ്ങൾക്കും ഗതാഗത നിയമലംഘനത്തിനും കടുത്ത ശിക്ഷയും വലിയ പിഴയുമാണ് ബില്ലിൽ നിഷ്കർഷിക്കുന്നത്. ഈ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മോട്ടോർ വാഹന പണിമുടക്ക് വ്യാഴാഴ്ച 24 മണിക്കൂർ നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു, SSLCയുടെ ഫലം വന്നപ്പോൾ വിജയ ശതമാനം ഒത്തിരി കൂടുതലാണ്. ഏകദേശം 99% വിജയ ശതമാനം വന്നു. അപ്പൊ അതിനെ തുടർന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇനി വാരിക്കോരി മാർക്കില്ല, SSLC നിലവാരം ഉയർത്തും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. പുതിയ മൂല്യനിർണ്ണയ രീതി വരുന്നതോടെ വിജയ ശതമാനം കുറയുമെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. എഴുത്തു പരീക്ഷയ്ക്കും തുടർ മൂല്യനിർണ്ണയത്തിനും പ്രത്യേകം ജയിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന് SSLC പരീക്ഷയുടെ നിലവാരം ഉയർത്താൻ ആലോചന. അനർഹർ ഉൾപ്പെടെ എല്ലാവരും ജയിക്കുന്ന പരീക്ഷ എന്ന പേരുദോഷം മാറ്റാനും ഇത് ഫലം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 100 മാർക്കുള്ള വിഷയത്തിന് എഴുത്തു പരീക്ഷയ്ക്ക് 80 മാർക്കും തുടർ മൂല്യനിർണ്ണയത്തിന്, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷന് 20 മാർക്കുമാണ്. ഇതിൽ മൊത്തം 30 മാർക്ക് കിട്ടിയാൽ ജയിക്കും. അപ്പോൾ പറയുന്നത് എഴുത്ത് പരീക്ഷയ്ക്ക് 10 മാർക്ക് കിട്ടിയാലും കണ്ടിന്യൂസ് ഇവാലുവേഷന് 20 മാർക്ക് ഉണ്ടെങ്കിൽ ടോട്ടൽ 30 കിട്ടി അങ്ങനെ കുട്ടി ജയിച്ചു പോകുന്നതാണ് പറയുന്നത്. അതുപോലെ അധ്യാപകർ എല്ലാ കുട്ടികൾക്കും തുടർ മൂല്യനിർണ്ണയത്തിന് 20 മാർക്ക് നൽകുമെന്നതിനാൽ എഴുത്തു പരീക്ഷയ്ക്ക് 80-ൽ 10 മാർക്ക് കിട്ടുന്ന എല്ലാവരും ജയിക്കും. 50 മാർക്കുള്ള വിഷയത്തിന് ജയിക്കാൻ 15 മാർക്ക് മതി. തുടർ മൂല്യനിർണ്ണയത്തിന് 10 മാർക്ക് അധ്യാപകർ എന്തായാലും നൽകും. എഴുത്തു പരീക്ഷയ്ക്ക് 40-ൽ 5 മാർക്ക് നേടി കുട്ടി ജയിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. ഉദാര മൂല്യനിർണ്ണയമായതിനാൽ എഴുത്തു പരീക്ഷയിൽ ഒന്നും എഴുതിയില്ലെങ്കിലും ഇത്രയും മാർക്ക് ലഭിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് SSLCയുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ വാരിക്കോരി മാർക്ക് നൽകുന്ന ഒരു സിസ്റ്റം ഇനി മുതൽ ഉണ്ടാവില്ല. അതായത് 16-17 കാലഘട്ടത്തിൽ 16-17 അധ്യയന വർഷത്തിൽ ആണ് ഇത് നിലവിൽ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടനുബന്ധിച്ച് പാഠ്യപദ്ധതി തന്നെ മാറ്റാനും സാധ്യതയുണ്ട് എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എഡിറ്റോറിയൽ പേജിലേക്കൊന്ന് പോവാം. ഇന്നത്തെ മനോരമ പേജിന്റെ എഡിറ്റോറിയൽ കൊടുത്തിരിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് കരുത്തറിയിച്ച് ഭെൽ മുഴങ്ങട്ടെ എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. ഉത്തര മലബാറിന്റെ വികസന പ്രതീക്ഷയായി ഭെൽ EML എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഉത്തര മലബാറിൽ വികസനത്തിന് പുതിയ വഴി തുറക്കുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങിയ കാസർകോട്ടെ KEL, അതായത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഭെൽ സംരംഭം ബലാരിഷ്ടതകൾ വെടിഞ്ഞ് ഇനിയും ഉണർന്നിട്ടില്ല. കേന്ദ്രവും സംസ്ഥാനവും ഉടമസ്ഥരായ സ്ഥാപനം ആദ്യഘട്ടങ്ങളിൽ വളർച്ചയുടെ കുതിപ്പുകളിലായിരുന്നെങ്കിലും പിന്നീട് ആസൂത്രണമില്ലായ്മയും ഉടമസ്ഥതയെ ചൊല്ലിയുമുള്ള ആശയക്കുഴപ്പങ്ങളും മൂലം വികസന പദ്ധതികളെല്ലാം വഴിതെറ്റി പോവുകയാണ് ഉണ്ടായത്. ഈയിടെ കേന്ദ്രമന്ത്രി അവന്ത് ഗീതയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ വൈവിധ്യവൽക്കരണത്തിലൂടെ കാസർകോട്ടെ സ്ഥാപനം വികസിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ മെല്ലെ പോക്ക് നയം ബാക്കി വെക്കുന്നത് ആശങ്കകളാണ് എന്നുമാണ് ഈ ഒരു ലേഖനത്തിലൂടെ എന്താ പറയുക, കരുത്തറിയിച്ച് ഭെൽ മുഴങ്ങട്ടെ എന്ന് പറയുന്ന ലേഖനത്തിലൂടെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതല്ല, അവർ പറഞ്ഞിരിക്കുന്നത് ഭെല്ലിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനം എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ മനോരമയിൽ വന്നിരിക്കുന്ന ലേഖനം. ഇന്നത്തെ സ്പോർട്സ് പേജിലെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും IPLന്റെ വിശേഷം തന്നെയാണ്. അതായത് നമ്മുടെ പഞ്ചാബിനെ കടന്ന ഹൈദരാബാദിന്റെ വിജയത്തെക്കുറിച്ചുള്ളൊരു വാർത്തയുണ്ട്, നമുക്ക് നോക്കാം. സൺറൈസേഴ്സിന് 20 റൺസ് ജയം, വാർണർക്ക് അർദ്ധ സെഞ്ചുറി എന്നുമാണ് പറയുന്നത്. വാർണറിന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാഫ് സെഞ്ചുറിയിലേക്ക് നീങ്ങുന്ന വാർണറിന്റെ ഫോട്ടോ ആണ്. ബാറ്റിംഗിൽ വാർണർ, ബോളിംഗിൽ ട്രെന്റ് ബോൾട്ട്. IPL മത്സരത്തിൽ ഓൾറൗണ്ട് പ്രകടനത്തോടെ പഞ്ചാബിനെ പിന്തള്ളിയ ഹൈദരാബാദിന് 20 റൺസ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദിനെ ക്യാപ്റ്റൻ ഡേവിഡ് വാർണറാണ്, അദ്ദേഹം 58 റൺസാണ് എടുത്തത്, തോളിലേറ്റിയത്. 20 ഓവറിൽ 6-ന് 150 കുറിച്ച് അവർക്കെതിരെ പഞ്ചാബിന്റെ വെല്ലുവിളി 9-ന് 330 അവസാനിച്ചു. 3 വിക്കറ്റ് എടുത്ത ട്രെന്റ് ബോൾട്ടും 2 വിക്കറ്റ് എടുത്ത ഭുവനേശ്വർ കുമാറുമാണ് പഞ്ചാബിനെ പിടിച്ചിട്ടത് എന്നും പറയുന്നുണ്ട്. അതുപോലെ ഡെയിൽ സ്റ്റെയിന് പകരം ടീമിലെത്തിയ ഹെൻറിക്കസ് പിടിച്ചു നിന്നില്ലെങ്കിലും റൺ നിരക്ക് കൂട്ടാനായില്ല അദ്ദേഹത്തിന്. ഈ 32 പന്ത് നേരിട്ടാണ് ഹെൻറിക്കസ് 30 റൺസ് എടുത്തത്. ഓജ 28 റൺസ് എടുത്ത് 26 പന്തിലും എന്ന് പറയുന്നുണ്ട്. അവസാന ഓവറുകളിൽ ആശിഷ് റെഡ്ഡി 8 പന്തെടുത്ത് 22 റൺസാണ് ഹൈദരാബാദിന് 150 എത്തിച്ചത്. പഞ്ചാബ് ടീമിൽ വീരേന്ദർ സേവാഗിന്റെ സ്ഥാനത്ത് മനൻ വോറയെ ഇറക്കി എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചാബിനെ മറികടന്ന് ഹൈദരാബാദിന്റെ വിജയത്തെക്കുറിച്ച് തന്നെയാണ് IPLൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്
2024 ഒളിമ്പിക്സിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ്. ആദ്യം ഒരുങ്ങട്ടെ പിന്നെ മതി ഒളിമ്പിക്സ് എന്നുള്ള നരേന്ദ്രമോദിയുടെ ഒരു വാചകത്തോടു കൂടിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2024 ഒളിമ്പിക്സ് വേദി ഇന്ത്യ അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന് IOC പ്രസിഡന്റുമായുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രി മോദി. ഒളിമ്പിക്സിനെ വേദി ഒരുക്കാനുള്ള ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി. രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്കുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒളിമ്പിക്സ് സംഘടിപ്പിക്കാനുള്ള താൽപര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചില്ല. 2024 ഒളിമ്പിക്സിന് വേദിയാകാനുള്ള അവകാശവാദം കൂടിക്കാഴ്ചയിൽ മോദി ഉന്നയിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ആവശ്യവും മോദിയിൽ നിന്നുണ്ടായില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ ബാക്ക് അറിയിച്ചു എന്നുമാണ് പറയുന്നത്. മികച്ച തയ്യാറെടുപ്പും മേള സംഘടിപ്പിക്കുന്നതിനുള്ള വൈദഗ്ധ്യവും നേടിയ ശേഷം മാത്രമേ ഒളിമ്പിക് വേദിക്ക് ഇന്ത്യ അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന് ബാക്കിനെ മോദി അറിയിച്ചു എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. ഇതാണ് 2014 ഒളിമ്പിക്സിന് വേദിയെ കുറിച്ചുള്ള ഒരു തർക്കം ഇതോടുകൂടി അവസാനിക്കും നമുക്ക് വിചാരിക്കാം അല്ലെ. ഇതാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്പോർട്സ് വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സുനിൽ ഗവാസ്കർക്ക് ശമ്പളം ഇനിയും ബാക്കി കിട്ടാനുണ്ട്. ഏകദേശം 1 കോടി അല്ല 2 കോടിയുടെ അടുത്ത് ശമ്പളം കിട്ടാനുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്തയാണുള്ളത്. നമുക്ക് നോക്കാം. വേദനിക്കുന്ന കോടീശ്വരനാണ് ഇപ്പോൾ സുനിൽ ഗവാസ്കർ. 1ഉം 2ഉമല്ല 1.90 കോടി രൂപയാണ് ഗവാസ്കർക്ക് കിട്ടാനുള്ളത്. കഴിഞ്ഞ വർഷം BCCI പ്രസിഡന്റും IPL ചെയർമാനുമായി ജോലി ചെയ്തതിന് 1,90,00,000 രൂപ ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഗവാസ്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് കത്തെഴുതി. IPLും ക്രിക്കറ്റ് ആരോപണങ്ങളിൽപ്പെട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടന്ന കാലത്ത് സുപ്രീം കോടതിയാണ് ഗവാസ്കറെ BCCIയുടെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ചത്. പക്ഷേ ജോലി ചെയ്തിട്ടും അദ്ദേഹത്തിനുള്ള ശമ്പളം കൊടുക്കേണ്ടത് ശരിക്കും BCCI ആയിരുന്നു. പക്ഷേ 1,90,00,000 രൂപ അദ്ദേഹത്തിന് ശമ്പള കുറിച്ചുകയായിട്ടുണ്ട്. അത് നൽകണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വാർത്തയാണുള്ളത്. അതുപോലെ തന്നെ ശ്രീനിവാസനെതിരെ ഠാക്കൂറിന്റെ പട നീക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് നടത്തിപ്പുകാർക്കിടയിലെ ചേരിതിരിവും അധികാര തർക്കവും പുതിയ ദിശയിലേക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ N ശ്രീനിവാസനും BCCI സെക്രട്ടറി അനുരാഗ് ഠാക്കൂറുമാണ് തുറന്ന പോരിനിറങ്ങിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ സെക്രട്ടറി അനുരാഗ് ഠാക്കൂറിന് ക്രിക്കറ്റ് വാതുവെപ്പുകാരുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി ശ്രീനിവാസനും രംഗത്ത് വന്നപ്പോൾ ശക്തമായ മറുപടിയായി ഠാക്കൂറും കളം നിറയുന്നു എന്ന് പറയുന്നു. അനുരാഗ് ഠാക്കൂർ ക്രിക്കറ്റ് വാതുവെപ്പുമായി ബന്ധപ്പെട്ട് നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം BCCIക്ക് കത്തയച്ചിരുന്നു. അതുപോലെ പറയുന്നു, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ കരിമ്പട്ടികയിലുള്ള വാതുവെപ്പുകാരനായ കിരൺ ഗിൽഹോത്രയും അനുരാഗ് ഠാക്കൂറും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു എന്നും പറയുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു കലങ്ങി മറിയലാണ്, ഒരു കലക്കം മറിച്ചിലാണെന്നൊക്കെ പറയാല്ലേ ഈ ഒരു വിവാദം ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് പറയാം. ഇതാണ് സ്പോർട്സ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം പ്രവാസ ലോകത്തേക്ക് കിടക്കാം, ഗൾഫ് ന്യൂസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഗൾഫ് വാർത്ത എന്ന് പറയുന്നത് യൂണിയൻ മ്യൂസിയത്തിന് 50 കോടി ദിർഹം പദ്ധതിക്ക് ഷെയ്ഖ് മുഹമ്മദിന്റെ അംഗീകാരം എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. യൂണിയൻ മ്യൂസിയത്തിന്റെ ഒരു രൂപരേഖയും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കിടക്കാം. സത്വയിലെ യൂണിയൻ ഹൗസിനോട് ചേർന്ന് നിർമ്മിക്കുന്ന യൂണിയൻ മ്യൂസിയത്തിന് 50 കോടി ദിർഹം വകയിരുത്തി. പദ്ധതി തുകയ്ക്ക് ദുബായ് ഭരണാധികാരിയും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. 25,000 ചതുരശ്ര മീറ്ററിലാണ് മ്യൂസിയം പണിയുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിന്റെ ഫെഡറേഷൻ രൂപവൽക്കരണത്തിനുള്ള ഒപ്പിടൽ കർമ്മം നടത്തുന്ന വേദിയെ ഓർമ്മപ്പെടുത്തുന്നതിനായി മ്യൂസിയത്തിന്റെ പ്രവേശന കവാടം ഒരുക്കുന്നത് പുസ്തകത്തിന്റെ മാതൃകയിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ 8 പവലിയനുകളും താൽക്കാലികമായുള്ള ഒരു പവലിയനും തിയേറ്റർ, പഠന പ്രവർത്തനങ്ങൾക്കായുള്ള മുറികൾ, വിനോദസഞ്ചാരത്തിനുള്ള സംവിധാനങ്ങൾ, ഓഫീസ് തുടങ്ങിയവയും ഇതിൻ്റെ ഉള്ള യൂണിയൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒമാനിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. നമുക്ക് നോക്കാം. ഒമാനിൽ രേഖകളില്ലാതെ കഴിയുന്ന തൊഴിലാളികൾക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. മെയ് 3 മുതൽ ജൂലൈ 30 വരെ ആയിരിക്കും കാലാവധി. ഒമാൻ മാനവശേഷി മന്ത്രാലയം ട്വിറ്ററിലൂടെയാണ് ഈ കാര്യം അറിയിച്ചത്. ഈ കാലയളവിനുള്ളിൽ നിയമലംഘനത്തിലുള്ള പിഴത്തുക അടയ്ക്കാതെ തൊഴിലാളികൾക്ക് ഒമാനിൽ നിന്ന് സ്വദേശങ്ങളിലേക്ക് മടങ്ങാനാകും എന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് ഷാർജയിലെ പാർക്കിംഗ് ഫീസ് ഉടൻ അടച്ചില്ലെങ്കിൽ പിഴ എന്ന് പറയുന്ന ഒരു വാർത്തയാണ് മറ്റൊരു വാർത്തയായിട്ടുള്ളത്. നമുക്ക് നോക്കാം. പെയ്ഡ് പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിർത്തിയ വാഹനങ്ങൾക്ക് ഉടൻ തന്നെ ഫീസ് അടച്ചില്ലെങ്കിൽ പിഴ ഈടാക്കാമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഫീസ് നൽകാതെ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഡ്രൈവർ ഉണ്ടെങ്കിലും പിഴ ഈടാക്കും. പാർക്ക് ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ ഫീസ് അടച്ചാൽ മതിയെന്ന തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ടായിരുന്നു.
വാഹന പരിശോധകരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു എന്ന് പറയുന്നു. ഇതാണ് മറ്റൊരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് പത്രങ്ങളിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഗൾഫ് വാർത്തകളിലേക്കും അതുപോലെ തന്നെ സ്പോർട്സ് വിശേഷങ്ങളിലും എല്ലാം നമ്മളൊന്ന് ഓടിച്ചു പോയി വന്നു അല്ലേ. ഇനി നമ്മുടെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിലേക്കും ഗോൾഡ് റേറ്റിലേക്കും കടക്കാം. പൊതുവെ ഇപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടി നിൽക്കുന്ന സമയമാണ്. രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് രാവിലെ ഒരു ദിർഹത്തിന് 17 രൂപ 22 പൈസയാണ് ഇന്ന് രാവിലത്തെ റേറ്റ്. അതുപോലെ തന്നെ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് 145 ദിർഹം 25 ഫിൽസ് ആണ് ഇന്ന് രാവിലെ. 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 137 ദിർഹം 75 ഫിൽസ് ആണ് ഇന്ന് രാവിലത്തെ റേറ്റ്. ഇന്നലെയും അതേ സെയിം റേറ്റ് ആയിരുന്നു, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഗുഡ് മോർണിംഗിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒത്തിരി വിശേഷങ്ങൾ നമ്മളിന്ന് ഗുഡ് മോർണിംഗിലൂടെ പങ്കുവച്ചു. നല്ലൊരു വാചകം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അതുപോലെ തന്നെ അറൗണ്ട് ദ വേൾഡിലൂടെ നമ്മൾ ദയാ ഫോർട്ടിനെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ പത്രങ്ങളിലൂടെ എല്ലാം ഒന്ന് കടന്നുപോയി. ഗോൾഡ് റേറ്റും എക്സ്ചേഞ്ച് റേറ്റും ഒക്കെ അറിഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നാളെ ഇതേ സമയം 9 മുതൽ 10 മണി വരെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പത്രങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. നല്ലൊരു ദിനമാവട്ടെ ഇന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.